നിങ്ങൾ ജീവിതത്തിലെ മൊത്തത്തിൽ പരാജയപ്പെട്ട് കിടക്കുകയാണോ? പരാജയങ്ങളെക്കുറിച്ചും വിജയങ്ങളെക്കുറിച്ചും മാത്രമാണല്ലേ ഏത് നേരം സംസാരിക്കുന്നത്. നിങ്ങൾക്കിനി വിജയിക്കാനേ പറ്റില്ല എന്ന് ചിന്തിച്ച് നിങ്ങൾ ജീവിതത്തിൽ മൊത്തത്തിൽ അങ്ങോട്ട് പരാജയപ്പെട്ട് കിടക്കുകയാണെന്ന് ചിന്തിക്കാം. അങ്ങനെയുള്ളവർക്ക് അതിങ്ങനെ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് തന്നെയാണ് വീണ്ടും വീണ്ടും എല്ലാവരെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നതും. എത്രയൊക്കെ കേട്ടാലും നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഡൗൺ ആയി പോകും. അപ്പം നമുക്കൊരു എനർജിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മളിതിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ആ ഒരു രീതിയിലാണ് മനുഷ്യ മനസ്സിൻ്റെ കാര്യമല്ലേ, അങ്ങനെയാണ്. നിങ്ങൾ വിജയിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എപ്പോഴാണെന്നറിയോ? നിങ്ങൾ മാനസികവും വൈകാരികവുമായിട്ടുള്ള വലിയ വലിയ പ്രശ്നങ്ങളെ നേരിട്ട് ആ പ്രതിസന്ധി കടന്ന് നിങ്ങൾ വിജയിച്ച് കഴിയുമ്പോൾ ഒരു ആത്മസംതൃപ്തിയുണ്ട്. ഞാൻ അതിൽ വിജയിച്ചു എന്ന് തോന്നുന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ, നമ്മൾ ഫിസിക്കലായിട്ടുള്ള മറ്റെന്ത് കാര്യങ്ങളായിക്കോട്ടെ അതിനകത്തൊന്നും വലിയ പ്രാധാന്യമില്ല. കാരണം വെച്ചാൽ നമ്മളതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് മറന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ പരാജയപ്പെടുത്തിയെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മൾ ഈ മാനസികവും വൈകാരികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളെ ഇങ്ങോട്ട് തളർത്തി കഴിയുമ്പോഴാണ്. എന്നാൽ നമ്മൾ അതിനകത്ത് മാക്സിമം എഫേർട്ട് എടുത്ത് നമ്മളതിൽ വിജയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഊർജ്ജം ഉണ്ടല്ലോ, അത് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ആ ഒരു വിജയം അത് നമ്മൾ കൈവരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കണം. അതിനിടയിൽ വെച്ച് നമ്മൾ അതിനകത്ത് നിന്ന് ഡ്രോപ്പായി പോകരുത്. അതായത് നിങ്ങളൊരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. നിങ്ങൾ നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഓടാൻ പോകുന്നു. ആദ്യമൊക്കെ നമുക്കൊരു 1 കിലോമീറ്ററിൽ കൂടുതലൊന്നും ആ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ശക്തി എനർജിയിൽ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അത് കഴിയുമ്പോഴത്തേക്കും മടുത്ത അവശ നിലയിൽ തിരിച്ചു വരും. ഒരു കുറച്ച് ദിവസം, ഒരു 1-2 ആഴ്ച നമ്മൾ അങ്ങനെ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ചിലർ നിർത്തിപ്പോവും. പക്ഷെ നിർത്തിപ്പോകരുത് കേട്ടോ. നിർത്തിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യലൊന്നും ഉണ്ടാവത്തില്ല. നിർത്താതെ വീണ്ടും നമ്മൾ അതിലേക്ക് വീണ്ടും വീണ്ടും നടക്കുകയാണ്. ഒരു 1-2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ 1 കിലോമീറ്റർ എന്നുള്ളത് കുറച്ചുകൂടെ ഒരു 50 മീറ്റർ 100 മീറ്ററും കൂടെ നമ്മൾ മുന്നോട്ട് നടന്നു പോകും ഇല്ലേ? അങ്ങനെ അങ്ങനെ ശ്രമിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ മനസ്സിൻ്റെ കാര്യവും. നമുക്ക് മെൻ്റൽ സ്ട്രെങ്ത് കിട്ടുന്നതും ഇങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും മാനസികവും വൈകാരികവുമായിട്ടുള്ള പ്രശ്നങ്ങളെ നമ്മൾ നേരിട്ട് വിജയിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മെൻ്റൽ പവർ ഉണ്ടല്ലോ, നമുക്ക് ആ ഒരു ശക്തി, അത് മുന്നോട്ട് ഓടാനായിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതിന് മുന്നേ നമ്മൾ ഇനി എന്നെക്കൊണ്ടൊന്നിനും പറ്റത്തില്ല, ഇനി അതെല്ലാം ഞാൻ വിട്ട് കളഞ്ഞു, കാരണം ഇനി ഞാനത് നോക്കിയിട്ട് കാര്യമില്ല, എന്നെക്കൊണ്ടാവും വിധം മുഴുവൻ ഞാൻ ശ്രമിച്ചു, പക്ഷേ പരാജയമാണ്, ഇനി എന്നെക്കൊണ്ട് പറ്റുകയില്ല, ഞാൻ നിർത്തി, അങ്ങനെ വിചാരിക്കരുത് ഒരു കാരണവശാലും. കാരണം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതിൻ്റെ ആ ഒരു 100% എഫേർട്ട് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടില്ല എന്ന് വേണം കരുതാനായിട്ട്. ഇപ്പം നമ്മൾ മുങ്ങിച്ചാവാൻ പോകുമ്പോഴത്തേക്കും നമ്മളുടെ മറ്റേ എന്താ പറയുക, ആത്മാഭിമാനമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ നമ്മൾ ചിന്തിക്കുക. അതൊക്കെ നമ്മൾ കാറ്റിപ്പുറത്ത് പോകും. എന്താണ് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത്? ഇച്ചിരി ശുദ്ധമായി കിട്ടിയിരുന്നെങ്കിൽ ദൈവമേ, വെള്ളത്തിനടിക്കുകയാണല്ലോ, എവിടെ ശ്വാസം നമ്മുടെ നിലച്ചു പോവുകയാണ് ചെയ്യുന്നത്. മുകളിലേക്ക് എങ്ങാനും പൊങ്ങി വന്ന് ഇത്തിരി ശ്വാസം കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ വിചാരിച്ചാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം തുഴഞ്ഞ് നമ്മൾ മുകളിലേക്ക് എത്താനായിട്ട് നോക്കും. അങ്ങനെയല്ല ചെയ്യുന്നത്. ആ ഒരു ശ്വാസത്തിന് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം എത്രയാണോ അതേ പ്രാധാന്യത്തോടെ നിങ്ങളുടെ ആ ഒരു ഏത് വിഷയമാണോ നിങ്ങൾ സാധിക്കാനായിട്ടുള്ളത്, എന്ത് ആഗ്രഹമാണോ നിങ്ങൾക്ക് സാധിച്ചെടുക്കാനുള്ളത്, എന്ത് ലക്ഷ്യമാണോ നിങ്ങൾക്കുള്ളത്, ആ ഒരു ലക്ഷ്യത്തിന് കൊടുത്തു നോക്കിക്കേ. അത്രയും ആ ഒരു പ്രാധാന്യം കൊടുക്കണം. നമ്മൾ ശ്വാസത്തിന് നമ്മൾ എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നോ അത്രയും പ്രാധാന്യം നമ്മൾ അതിന് കൊടുത്ത് 100% എഫേർട്ട് എടുത്ത് ഒന്ന് മുന്നോട്ട് പോയി നോക്കുക. അപ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. ആ വിജയത്തിനാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ കിട്ടി എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വലിയ വിജയമൊന്നുമല്ല. അത് വിജയിക്കത്തില്ല. നമ്മൾ ഇടയ്ക്ക് വെച്ച് പലപ്പോഴും ഒരു 90% ആളുകളും ഡ്രോപ്പായി പോകുന്നത് അതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ ആ ഒരു പ്രാധാന്യം, ഏറ്റവും കൂടുതൽ പ്രാധാന്യം, ആ ശ്വാസത്തിന് ഇത്തിരി ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രമാത്രം എഫേർട്ട് എടുത്ത് മുകളിലേക്ക് വരുന്നു അതേ പ്രാധാന്യം നമ്മുടെ ഈ ഒരു ലക്ഷ്യത്തിനും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് മാക്സിമം എനർജിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. മൈൻഡ് പവർ നമുക്ക് കൂടും, നമുക്ക് മെൻ്റൽ സ്ട്രെങ്ത് കൂടും. ഒരു പ്രതിസന്ധി നമ്മൾ തരണം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും പല പ്രതിസന്ധികൾ തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ടുള്ളൊരു മെൻ്റൽ പവർ നമുക്കതിനകത്തുനിന്നും കിട്ടും. അതായത് എനിക്ക് വിജയിച്ചേ തീരൂ എന്ന് പൂർണ്ണമായും ഒരു ഉറച്ച തീരുമാനത്തിൽ, ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് എനിക്കത് കിട്ടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് വിജയിച്ചേ പറ്റുള്ളൂ എന്നൊരു ഉറച്ച തീരുമാനം എടുക്കുന്നവരാരാണോ അവരേ വിജയിക്കുള്ളൂ. നമ്മൾക്കതിന് മുന്നിൽ വരുന്ന പ്രതിസന്ധികളും വേദനകളും എല്ലാം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രതിസന്ധികളും വേദനകളൊക്കെ താൽക്കാലികമാണ്. അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ എഫേർട്ട് എടുത്ത കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതങ്ങോട്ട് മാറിക്കോളും. എന്തിലും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ആലോചിക്കേണ്ട കാര്യം ഇതാണ്. നമ്മൾ
നമ്മളാ എഫേർട്ട് എടുക്കുമ്പോൾ അതിൻ്റെ പരാജയങ്ങളോ അല്ലെങ്കിൽ അതിന് വരുന്ന ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ വളരെ ടെമ്പററിയാണ്. പക്ഷേ അത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഒരു വിജയമുണ്ടോ, അത് നമ്മുടെ ആജീവനാന്ത കാലം നമ്മളോടൊപ്പം ഉള്ളൊരു സംഭവമാണ്. അത് പെർമനൻ്റ് ആയിരിക്കും. അത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ആ ഒരു പരാജയത്തിന് നമുക്ക് സംഭവിച്ചിട്ടുള്ള, അതിന് വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് എടുത്തപ്പോൾ സംഭവിച്ചിട്ടുള്ള പരാജയങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം ആ ഒരു വിജയത്തിൻ്റെ മുന്നിൽ നമ്മൾ അങ്ങോട്ട് മറന്നുപോകും. അപ്പം കുറച്ചൊക്കെ അല്ല, നമ്മൾ എന്ത് കാര്യത്തിനും നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോഴത്തേക്കും നമ്മളെ പുറകോട്ട് വലിക്കാനായിട്ട് ഒരുപാട് നെഗറ്റീവ് എനർജീസ് ഉണ്ടാവും, ആളുകളുണ്ടാവും, ഒത്തിരി കാര്യങ്ങൾ നിന്നെക്കൊണ്ട് അതിനൊന്നും പറ്റില്ല എന്ന് പറയുന്നവരായിരിക്കും നമ്മുടെ ചുറ്റുവട്ടത്ത് മുഴുവനുള്ളവർ. പക്ഷേ എല്ലാവരും പറയുന്നത് കേട്ടോ, കേട്ടിട്ട് ഇതിലൂടെ അങ്ങോട്ട് കളയണം, അത്രയേ ഉള്ളൂ. അതിനകത്ത് എപ്പോഴും എന്ത് കാര്യത്തിനും ഒരു തീരുമാനം, പലരുടെയും അഭിപ്രായങ്ങൾ നമുക്ക് ചോദിക്കാം, പക്ഷേ അന്തിമമായിട്ടുള്ള തീരുമാനം അത് നമ്മുടേതായിരിക്കണം. പലരും ചെയ്തോളൂ എന്ന് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിലേക്ക് പോകരുത്. അതേസമയം മറ്റുള്ളവർ ചെയ്യരുത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളത് ഉൾക്കൊണ്ടൊരു കാര്യമാണ്, നമുക്കത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്കതിൽ വിജയിക്കാൻ പറ്റുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു, അതാണ് എൻ്റെ വഴി എന്നെൻ്റെ മനസ്സ് പറയുന്നുണ്ട് എങ്കിൽ നമ്മൾ ആ വഴിയെ സഞ്ചരിച്ചോളൂ. കാരണം നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു പവർ ഉണ്ടല്ലോ, നമ്മളെ ആ വഴിയിലൂടെ പോയി വിജയത്തിലെത്തിക്കാനായിട്ട് നമുക്ക് കഴിയും. അതിനുള്ളൊരു പവറുണ്ട് നമ്മുടെ ശരീരത്തിൽ. പക്ഷെ അത് നമ്മൾ ആ ഒരു എനർജി ലെവലിലേക്ക് കൊണ്ടുവരാത്തതാണ് നമ്മളുടെ പ്രശ്നം. നമ്മുടെ മനസ്സ് പറയുകയാണ് ഇതൊക്കെയാണ് നിന്റെ ലക്ഷ്യം, നീ സാധിച്ചിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കണം നമ്മൾ കൂടുതലായിട്ട്. അത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം, മറ്റൊന്നും ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരുന്നത്, അത് മാത്രമായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിജയം സുനിശ്ചിതമാണെന്നേ. ധൈര്യമായിട്ട് മുന്നോട്ടങ്ങോട്ട് ഇറങ്ങിക്കോ. നിങ്ങൾക്കൊരു ജീവിതമല്ലേ ഉള്ളൂ, അത് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്കും അവരുടെ ലക്ഷ്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ വിനിയോഗിക്കാതെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വിനിയോഗിക്കുക. അധ്വാനിച്ച് നമ്മൾ നേടുന്ന ഓരോ വിജയവും നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള എനർജികൾ, ചവിട്ടുപടികൾ ഒരുപാട് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടെത്തിച്ചു തരും. അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ 10 പരാജയം നമുക്കുണ്ടായി എന്ന് കരുതിക്കൊണ്ടോ ഒരു കാരണവശാലും നിങ്ങൾ ഒരിക്കലും പുറകോട്ട് പോരരുത്. ധൈര്യസമേതം മുന്നോട്ട് തന്നെ പോവുക. അതായത് നമ്മളെപ്പോഴും ആലോചിക്കുക, പല പ്രാവശ്യം നമ്മൾ വീണിട്ടാണ് ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുന്നത്. 1 2 പ്രാവശ്യം വീണ് മുട്ടക്കെന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഇനി എനിക്ക് നടക്കാൻ വയ്യേ എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മാറി നിന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. കുഞ്ഞുങ്ങൾ വീണ്ടും എഴുന്നേക്കും. അങ്ങനെ പല പ്രാവശ്യം വീണ് എഴുന്നേറ്റ് അവർ നടക്കാൻ പഠിക്കും, ഓടാൻ പഠിക്കും. അങ്ങനെ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും പിന്നെ നിൽക്കുകയില്ല അല്ലേ? അതുപോലെ തന്നെയാണ് എന്ത് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നേരിടും എന്ന ഉറച്ച ആ ഒരു വിശ്വാസത്തിൽ, തീരുമാനത്തിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഒരു പ്രാവശ്യം വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പല പ്രശ്നങ്ങളെയും തരണം ചെയ്യാനായിട്ടുള്ള ശക്തി ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും കിട്ടും. അത് നമ്മൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളതും അതിൻ്റെ സാരാംശം എന്താണെന്നുള്ളതും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് ഡിസ്റ്റർബൻസ് ഇന്ന് ചുറ്റുന്നും വരുന്നുണ്ട്. ഇവിടെ തൊട്ടടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ എന്തോ കല്യാണം പ്രോഗ്രാം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇങ്ങനെ പാട്ടിൻ്റെ ഡിസ്റ്റർബൻസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. എന്നാലും ഞാൻ ആദ്യം വിചാരിച്ചാണ് ഇന്ന് വീഡിയോ എടുക്കേണ്ടത്, പക്ഷേ വീഡിയോ എടുത്തു. നമുക്കിനി അതാ പറഞ്ഞത്, നമ്മളെ ലക്ഷ്യം എന്താണോ അത് നമ്മൾ സാധിച്ചോളാം. മറ്റ് പ്രതിസന്ധികളോ നമ്മുടെ മുന്നിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒന്നും ഞാൻ കാണുന്നില്ല ഇതിനിടയ്ക്ക്. ആ ഒരു പാട്ടൊന്നും ഞാൻ കേൾക്കുന്നേ ഇല്ല. ഞാൻ അങ്ങോട്ട് പറഞ്ഞു അത്ര. നിങ്ങൾക്കത് കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും എഡിറ്റ് ചെയ്തിട്ട് കഴിയുമ്പോൾ പറയാം. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ ബൈ.